ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബാസിമാസ് വേൾഡ്. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ മോളുടെ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവൾക്ക് 7 years ആയി, മാഷാഅല്ലാഹ്. അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വെറുതെ ജസ്റ്റ് അവൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ. അപ്പം ഞാനും മോനും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതാ കുറേ ബലൂൺസൊക്കെ വെച്ചിട്ടുണ്ട്. അവളെ പെട്ടെന്ന് വിളിച്ച് അവൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ പ്രതീക്ഷിച്ചതേ ഇല്ല ഇതുപോലൊരു സംഭവമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന്. അവൾക്ക് ജസ്റ്റ് കേക്ക് മുറിക്കാൻ അവൾക്ക് അറിയായിരുന്നു, ബാക്കിയൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇതാ അവർ രണ്ടാളും കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ അവൾക്ക് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് ഫസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതവൾ പൊളിച്ച് നോക്കുകയാണ്. പൊളിച്ചിട്ട് അവളിത് തീരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതിൽ ചെറിയൊരു കല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവളാകെ ഇതായി പോയിട്ടോ. പിന്നെ അവൾ വിചാരിച്ച് ഗിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തത്. അവൾ അതിൽ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവളത് പൊളിച്ച് നോക്കാൻ പോവാണ്. പൊളിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ ഐറ്റംസ്. അവൾക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ, ബലൂൺ, അതൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ അവൾക്ക് ആവശ്യമുള്ളതും അവൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് കുറേശ്ശെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ ഒന്നിച്ച് കൂട്ടിയിട്ട് കൊടുത്തതാണ്. അങ്ങനെ അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഉമ്മ എനിക്കിതൊന്നും തരും ഞാൻ വിചാരിച്ചതേ ഇല്ല എന്നുള്ളത്. ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അവളുടെ ഹാപ്പിനെസ് കാണാൻ വിചാരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് അറേഞ്ച് ചെയ്തെന്നുള്ളൂ. അങ്ങനെ ഇതാ ഇതൊക്കെയാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇതാണ് കേട്ടോ. ഫസ്റ്റ് കുറച്ച് മിഠായികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് കുറച്ച്. അങ്ങനെ ഇതാണ് ഫസ്റ്റ് ആയിട്ടുള്ളത്. ഒരു ഹെയർ ബാൻഡാണ്. ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഒരു ഗ്ലിറ്റർ പെന്നുണ്ട്. പിന്നെ ഒരു 4 കളറുള്ള ഒരു വലിയൊരു പെന്ന്. പിന്നെ അടുത്തതായിട്ട് ഒരു ലൈറ്റ് കളർ പെന്നാട്ടോ ഇത്. മുകളിൽ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ പെന്നുമായിട്ട് ഒരു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്ക്. അതുകൊണ്ട് മേടിച്ചതാണ് ഇങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ. എന്തെന്നില്ലാത്തൊരു ഇഷ്ടമാണ്. അങ്ങനെ ഇതാ. പിന്നെ അടുത്തതായിട്ട് കുറച്ച് സ്റ്റിക്കറുണ്ട്. സ്റ്റിക്കറും ഭയങ്കര ഇഷ്ടമായി. സ്റ്റിക്കർ മാത്രമാണ് അവൾ എന്നോട് മേടിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സ്റ്റിക്കറും പിന്നെ ബുക്സ് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. ഒരു കടങ്കഥേൻ്റെ ബുക്കുണ്ട്. പിന്നെ ഒരു കുട്ടി കഥയുടെ ബുക്സും ഉണ്ട്. പിന്നെ ഒരു ഡ്രോയിങ് ബുക്കുമാണ് ഞാൻ മേടിച്ച് കൊടുത്തിട്ടുള്ളത്. അവൾക്ക് അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മേടിച്ചതാണ്. അവളിങ്ങനെ പറയലുണ്ടായിരുന്നു എനിക്കത് വേണം ഇത് വേണം. അങ്ങനത്തെ ഐറ്റംസ് മാത്രമാണ്. പിന്നെ കുറച്ച് ബലൂണ്, റബ്ബർ, റേസർ, ഷാർപ്പർ, അങ്ങനത്തെ സാധനങ്ങളും. പിന്നെ ഇതൊരു ചെറിയ നോട്ട് പാഡും, പിന്നെ ക്രയോണ്, പിന്നെ ഇതൊരു ചെറിയ ഫേവർ സ്റ്റിക്ക് ഉണ്ട്. ഇത് അവൾക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ ഒരു ചെറിയൊരു ചുട്ടി. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ മേടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഞങ്ങളോട് ചോദിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കൺഫ്യൂഷനായി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഒരെണ്ണം എടുത്ത ഇതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഒരെണ്ണം കൂടി എടുക്കാൻ പറഞ്ഞപ്പോൾ അവളുടെ ഈ നോട്ട് പാഡ്, ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടം.